கண்மணி அன்போடு കാതലൻ நான் എഴുതും കടിതമേ. ഹായ് ഡിയർ മച്ചാമാരെ, ഹലോ. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്, നമുക്കറിയാം ഇന്നിപ്പോ തിയേറ്ററിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തിമിർത്ത് പോകുന്നൊരു പടമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. നിങ്ങൾ എല്ലാവരും കാണണം, കാരണം ഞാൻ കണ്ടതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എന്റേതായ ഒരു അഭിപ്രായം നിങ്ങളോട് പറയുന്നത്. സിനിമ റെഡിക്ക് പറഞ്ഞാൽ നമ്മുടെ അങ്ങോട്ട് എന്താ പറയാ, നമ്മുടെ കുറച്ച് നേരത്തേക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ അങ്ങനെ വളരെ അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥയെ കൊണ്ടുവന്ന ഒരു പടമാണ്. അത്രയും നല്ല ത്രില്ലിംഗ് പടമാണ് അത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിൽ ഒരു ഗ്രൂപ്പിൽ നടന്ന കഥയാണ്, ഒരു സൗഹൃദ ഗ്രൂപ്പിൽ നടന്ന കഥയാണ്, അവരുടെ ലൈഫിൽ ഉണ്ടായ കഥയാണ്. നമുക്കറിയാം, നമ്മൾ പല ദുരന്തങ്ങളും കാണുന്നുണ്ട്. ഈ കുഴൽക്കിണറിൽ വീണിട്ട് ചെറിയ കുട്ടികൾ വീണിട്ട് അത് എടുക്കുന്നതും അതൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിന് പുറത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഈ ഫയർഫോഴ്സ്, അതായത് ഇവരൊക്കെ ഇപ്പൊ ചില ഇപ്പൊ തന്നെ നമ്മളറിയാം, ഒരു പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പല തീപിടുത്തം ഉണ്ടാകുമ്പോൾ അങ്ങനെ പല ക്ഷോഭങ്ങളിൽ പെട്ടുപോയ ആൾക്കാരൊക്കെ രക്ഷിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു വലിയൊരു ട്രാജഡി, അല്ലെങ്കിൽ ആ ഒരു ദുരന്തത്തെ അവർ അതിജീവിച്ച കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ശ്രീ ചിദംബരാണ്. ചിദംബരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണപതി, നമ്മുടെ അതിൽ തന്നെ അഭിനയിച്ച ഗണപതി ബാലതാരമായി വന്ന് നമ്മുടെ പിന്നെ ഇപ്പൊ മലയാള സിനിമയിൽ നല്ല മിന്നും യുവതാരമായി മാറിയ ഗണപതിയാണ്. ഗണപതിയുടെ ബ്രദറാണ്. ഗണപതിയാണ് ഇതിൽ ഓരോരുത്തരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, വളരെ നല്ല സിനിമ. നമ്മുടെ ഇതിന്റെ മുന്നേ പിന്നെ ഭരതേട്ടനാണ്, നമ്മുടെ യശസ്വരനായ പ്രിയപ്പെട്ട ഭരതേട്ടൻ ചെയ്ത മാളൂട്ടിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ സിനിമയാണ്, ആ ഒരു ജേർണലിൽ ഒരു സിനിമ വരുന്നുണ്ട്, ഈ സിനിമയാണ് വന്നത്. മാഞ്ഞുമൽ ബോയ്സ് ചിദംബരത്തിന്റെ ഈ പടമാണ് വന്നത്. അത് മാത്രമല്ല, അതിന്റെ മുന്നേ ഒരു പടം ഉണ്ടായിരുന്നു ഫഹദിന്റെ, പിന്നെ ആ പടത്തിന്റെ പേര് പിന്നെ പേരെനിക്ക് കറക്റ്റ്, ആ പടം മറ്റേ മലയാളം കുഞ്ഞ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് റീച്ച് ആയില്ല, ആരെയും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇപ്പോൾ മാളൂട്ടിക്ക് ശേഷം, ഈ മലയാളം കുഞ്ഞിന് ശേഷം കുറച്ചും കൂടി ഈ ഒരു ജേർണലിൽ വന്ന സിനിമ മാഞ്ഞുമൽ ബോയ്സ് ആണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ. ഇത് നടന്നൊരു കഥയാണ്. നമുക്കറിയാം, അവർ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് യൂട്യൂബിൽ. അപ്പൊ ആ ഒരു കഥയാണ് ഇതിൽ പിന്നെ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബാബു, നമ്മുടെ ഷൗബിൻ ഷായറിന്റെ ഫാദർ ബാബു ഷായർ, അവരുടെ ഒരു സുഹൃത്ത്, അവർ മൂന്നുപേരും കൂടിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായെന്ന് പറയാം, സൗഹൃദത്തിന്റെ ഈടുപ്പം. ഇതിൽ പ്രധാന ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു സുഹൃത്തിനെ, അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു കുണ്ടിൽ പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. അത്രയും വലിയൊരു ഡ്രാക്കുള പോലുള്ള ഒരു കുണ്ടാണത്. ചെകുത്താന്റെ അടുക്കള എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കുണ്ടിൽ പോയി ആരും തിരിച്ചു വന്നിട്ടില്ല. അവിടെ ജനങ്ങൾ അങ്ങ് വിധി ചെയ്താണ്. പണ്ട് ഒത്തിരി ആളുകൾ അതിൽ പോയി മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ സുഹൃത്ത് സംഘം, ഈ കൂട്ടായ്മ, ഇവരുടെ ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഇവർ, ഈ സുഹൃത്തുക്കൾ, ഇവരുടെ ഒരു സുഹൃത്തിനെ രക്ഷപ്പെടുത്താനുള്ള ആ ഒരു മനോബലം, അല്ലെങ്കിൽ ഇവർക്ക് അയാളെയും കൊണ്ടേ പോവൂ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം, അതിലേക്ക്, ആ ഒരു കുഴിയിലേക്ക് ബന്ധപ്പെട്ട ആരും ഇറങ്ങാത്തപ്പോൾ അതിൽ നിന്ന്, ഇവരെ സുഹൃത്ത് സംഘത്തിൽ നിന്നും ഇറങ്ങാൻ മനസ്സ് കാണിച്ചു. തന്റെ സുഹൃത്തിനെ അതിലിടാതെ ആ സുഹൃത്തിനെ രക്ഷിക്കാനുള്ള മനസ്സ്, കൂടെ നിൽക്കാനുള്ള ഒരു എന്താ പറയാ മനസ്സുണ്ട്, ഒരു കൂട്ടായ്മയുടെ ശക്തിയുണ്ട് ഈ ഒരു സിനിമക്ക്. അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ ഒരു വാല്യൂ അതിൽ പറയുന്നുണ്ട്. ഒരു സുഹൃത്ത് അതിലൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോ അയാളെ പുറത്തെടുക്കാൻ അതിലേക്ക് ജീവൻ പണയം വെച്ചിറക്കുന്ന ഒരു സുഹൃത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വലിയ സന്ദേശമുണ്ട് ഇതിൽ. കൂടെ ഒരു സുഹൃത്ത് ഒരു പ്രതിസന്ധിയിൽ വീണപ്പോൾ അയാളെ കളയാതെ അയാളെ ചേർത്ത് പിടിച്ച് അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പോകാനുള്ള മനസ്സ്, അതിലൊന്ന് പ്രധാനമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഈയൊരടുപ്പം, അല്ലെങ്കിൽ എന്താ പറയാ ഹൃദയബന്ധം, അതിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ പിന്നെ ഈ ടൂറിസ്റ്റ്, നമ്മുടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു സോൺ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല. സൗഹൃദത്തിന്റെ ഈ ആവേശത്തിൽ നമ്മളൊക്കെ എടുത്ത് ചാടും അതിലേക്കൊക്കെ. അങ്ങനെയുള്ള പോവരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും, അതിനെ അവഗണിക്കും. അങ്ങനെയുള്ള അപകടങ്ങൾ പാടില്ല, അതിനെ മാനിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ സിനിമയിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമ തരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇപ്പോഴും എന്താ പറയാ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അത് ഈ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല, അതൊക്കെ കാര്യമായി ഗൗനിക്കുന്നില്ല. അങ്ങനെയുള്ളതൊന്നും അടയ്ക്കുന്ന, അങ്ങനെയുള്ള കുണ്ടുകൾ, അങ്ങനെയുള്ള ഗർത്തങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങളെ അപകടത്തിലാക്കുന്ന പല പ്രതിസന്ധികളുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അതൊക്കെ ചില സമയത്തൊക്കെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യും ഈ ഉദ്യോഗസ്ഥ, ഫോറസ്റ്റ് വകുപ്പ് അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് ആയിക്കോട്ടെ, ഏത് വകുപ്പായിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും കൂടിയുണ്ട്. ഇന്നത്തെ കാലത്തും അങ്ങനെ ഒരുപാട് എന്താ പറയാ ചില പ്രതിസന്ധികളുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു സന്ദേശം കൂടി സിനിമയിലുണ്ട്. പിന്നീട് ഒരാൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് അവർ ആ കുണ്ട് വന്ന് അടക്കുന്നത്. അതിന് കുറെ അവിടെ ഒരുപാട് കുണ്ട് അടച്ച കാണുന്നുണ്ട്. പക്ഷെ ഇയാൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ വന്ന് ആ കുണ്ടടക്കുന്നത്. അവസാനം പടത്തിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയുള്ള പല ടൂറിസ്റ്റ് പ്ലേസുകളിലും ഇങ്ങനെ കുറെ പ്രതിസന്ധികളുണ്ട്, അത് പരിഹരിക്കുന്നില്ല. അതും ശ്രദ്ധിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ എന്താ പറയുക ഒരു പ്രചോദനമാവും ഈ സിനിമ എന്ന് പറയാം.
അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഈ സിനിമ കാണാത്തവർ കാണുക, വിലയിരുത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇതിന്റെ ആ ഒരു എന്താ പറയാ ഈ സിനിമയുടെ ആ ഒരു ത്രില്ല് ഷെയർ ചെയ്യുക, കാണാത്തവർ പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.